കാലത്ത് കാണാൻ പറ്റുമോ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റില്ല. അസലായിരിക്കുന്ന സിനിമ, ഏറ്റവും ബെറ്റർ സിനിമയാണ്. ഇന്ന് ചെറുപ്പക്കാർ കുട്ടികൾക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി മലയാളി. അത് മാത്രം സന്തോഷമായി. ഇത് മുമ്പ് റിലീസിന് കണ്ടിട്ടുണ്ടായി സിനിമ? ഞാനൊക്കെ പഴയ കാലത്ത് കണ്ടതാണ്. ഗൈസ്, ഒരു 50 വർഷം ടൈം ട്രാവലർ ഉപയോഗിക്കാതെ പിറകിലേക്ക് സഞ്ചരിച്ച ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 1974 ഒരു ഡിസംബർ 18-നാണ് കോട്ടക്കൽ ലീന തിയേറ്ററിൽ ആദ്യമായിട്ട് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്. അത് അങ്കത്തട്ട് എന്ന ഒരു പ്രേം നസീറിൻ്റെ ഒരു സിനിമയായിരുന്നു. ഇന്ന് 2024 ഡിസംബർ 18 അതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ സിനിമ ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. പ്രേം നസീറിനെയും ഉമ്മറിനുമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമാ സ്ക്രീനിൽ വെച്ച് കാണുന്നത്. അവസരം കാത്തു കഴിയാൻ ഞാൻ ബോറടിപ്പിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പോയതെങ്കിലും വളരെ നല്ലൊരു സിനിമയായിരുന്നു ഈ അങ്കത്തട്ട് എന്ന സിനിമ. ആ പഴയ കാലഘട്ടത്തിലെ കാഴ്ചകളും പഴയ ഫൈറ്റുകളുമൊക്കെ ഒരിക്കൽ കൂടി സിനിമാ തിയേറ്ററിൽ സിനിമാ സ്ക്രീനിൽ വെച്ചിട്ട് കാണാൻ സാധിച്ചു. ഈ തടിമാടൻ പറയുന്നത് ഇയാൾക്ക് ഇവിടുത്തെ ആഹാര രീതിയൊന്നും പിടിക്കുന്നില്ല എന്നും ഇവിടെ വന്നതിന് ആളാകെ അങ്ങ് ശോഷിച്ചു പോയില്ല. തൽക്കാലം ഈ വളക്കെ ഇരുന്നോട്ടെ. എന്നെ ഏറെ ആകർഷിച്ച ഒരു സീനായിരുന്നു ഇത്. സിംഹവുമായിട്ടുള്ള പ്രേം നസീറിൻ്റെ ഫൈറ്റ്. സത്യം പറഞ്ഞാൽ പ്രേം നസീറൊക്കെ ഈ സീന് 50 വർഷം തന്നെ മുമ്പ് വിട്ടതാണ്. കവിയൂർ പൊന്നമ്മ പിന്നെ അന്നും അമ്മ കഥാപാത്രമായിരുന്നു, ഇന്നും അമ്മ കഥാപാത്രമായിരുന്നു. എന്തായാലും സിനിമയുടെ ക്ലൈമാക്സ് സീനാണിത്. ഉദ്വേഗജനകമായിട്ടുള്ള സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശുഭം. ഒരുപാട് ആളുകളാണ് ഈ സിനിമ കാണാനും ഈ ലീന തിയേറ്ററിൻ്റെ 50-ാം വാർഷികത്തിൽ പങ്കാളിയാകാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. എത്തിയ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് നൽകാനും ലീന മാനേജ്മെൻറ്റ് തയ്യാറായി. താങ്ക് യു. തിയേറ്റർ ജീവനക്കാർക്ക് ഉപഹാര സമർപ്പണവും ഉണ്ടായിരുന്നു. അങ്ങനെ 50 വർഷം പിറകോട്ട് സഞ്ചരിച്ച് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അന്നൊരു
1974 ഡിസംബർ 18 ഈ സിനിമ റിലീസായതും ഈ സിനിമാ തിയേറ്റർ ഇവിടെ ആരംഭിച്ചതും. താങ്ക്